ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളും അച്ഛനും അമ്മയും ഹോസ്പിറ്റലായിരുന്നപ്പോ അവിടെ രണ്ടുപേര് വന്ന് അവരെയും കൂട്ടിക്കൊണ്ട് ഏതൊരു സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് അവിടെ സാഗറിനെ അവന്റെ കൂട്ടാളികളെയും പിടിച്ചുകൊണ്ട് വന്ന് ചോദ്യം ചെയ്തു. അവരെല്ലാ കുറ്റവും സമ്മതിച്ചു. പിന്നെ അവളോട് ഇവര് തന്നെയാണ് ഉപദ്രവിച്ചെന്ന് ചോദിച്ചുറപ്പ് വരുത്തുകയും ചെയ്തു. എന്നിട്ട് അവളുടെ മുന്നിൽ വെച്ച് തന്നെ വെടിവെച്ച് കൊന്നു കളഞ്ഞു എന്നാ പറഞ്ഞത്. അതിന് പ്രത്യേകം പുറത്തുള്ള ആളല്ലല്ലോ, നമ്മുടെ ഫാമിലി അല്ലേ. അത് നമ്മുടെ വിശ്വാസവും സ്നേഹവും കൊണ്ട് നമ്മൾ കരുതുന്നതാ. പൃഥ്വിക്ക് ആരെയൊക്കെ അറിയാമെന്നോ ആരുമായൊക്കെ ബന്ധങ്ങളുണ്ടെന്നോ നമുക്ക് വ്യക്തമായ അറിവില്ലല്ലോ. അതില്ല. അങ്ങനെയുള്ളപ്പോ നമ്മുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരറിയാതെ നമ്മൾ തന്നെ നോക്കണം. സ്വന്തം കൂട്ടുകാരോട് പോലും ഒരു പരിധിയിൽ കൂടുതൽ രഹസ്യങ്ങൾ പറയരുത്. അന്ന് അബിക്ക് പറ്റിയ തെറ്റ് അവിടെ അവസാനിച്ചു. ഇനി നമ്മൾ അതിനെക്കുറിച്ച് ആരോടും പറയുന്നില്ല. ഓക്കെ? എന്താ ആലോചിച്ച് നിൽക്കുന്നേ? നീരജ, പൃഥ്വിയുടെ കല്യാണം നടക്കാതിരിക്കാനേ നമ്മൾ കുറച്ച് പരിപാടികൾ ഒപ്പിച്ചെങ്കിലും അതൊന്നും ഫലം കണ്ടില്ലെന്നേ. അതെ, അതൊക്കെ പ്ലാനിങ്ങിന്റെ കുഴപ്പമായിരുന്നു. എന്ത് ചെയ്യണമെങ്കിലും എന്നോട് ആലോചിച്ചിട്ടേ ചെയ്യാവൂന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇപ്പോഴല്ലേ അനുസരിച്ച് തുടങ്ങിയിട്ടുള്ളൂ. എന്തുവാടി, അതൊന്നും അല്ല. ആരാരെ കല്യാണം കഴിക്കണം, ആരൊക്കെ ഒരുമിച്ച് ജീവിക്കണം എന്ന് ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിപ്പോ മാറ്റാനേ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്നാലും നിങ്ങളുടെ പ്ലാൻ പൊളിഞ്ഞു പോയിന്ന് സമ്മതിക്കരുത് കേട്ടോ. അതാണ്. അതെന്തെങ്കിലും ആവട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ പ്ലാനിങ്ങും പരിപാടികളും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് ഇങ്ങനെ തുടർന്ന വലിയ താമസമില്ലാതെ പൂർണ്ണമയും ചന്ദ്രമത ചേച്ചിയും തമ്മിൽ അടിയാവും. അത് കഴിഞ്ഞ് ഉടനെ തന്നെ അഷിതയെ നമുക്ക് ചവിട്ടി പുറത്താക്കാൻ പറ്റും. അതോടെ പൃഥ്വി മാനസികമായിട്ട് തളരും. അത്രയും മതി നീരജ്, നമ്മൾ ആവശ്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ. ഇതൊക്കെ നടന്നാ മതിയായിരുന്നു. നടക്കുവന്നേ, നീ ധൈര്യമായിട്ട് റെഡി. ഇനി നമ്മളെ ദിവസങ്ങളാ തരാൻ പോന്ന്. ചേച്ചി വരുന്നുണ്ട്. ചേഞ്ച് ചെയ്ത് പിടി. പൃഥ്വി അഷിതയെ മാത്രമായിട്ട് അങ്ങോട്ട് വിടണ്ടായിരുന്നു. അയ്യോ എടി, നീയും ചേച്ചിയും കൂടെ അങ്ങോട്ട് പോയായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ഓ, ഇപ്പൊ എന്ത് വിശ്വസിച്ചാ നീരജ നമ്മളിവിടെ സമാധാനത്തോടെ ഇരിക്കുന്നേ? ഓ, നിങ്ങൾ എവിടെ പോകുന്ന കാര്യം പറയുന്നത്? അയ്യോ ചേച്ചിയാ, ചേച്ചിക്ക് 100 ആയുസാ. ഞങ്ങളിപ്പോ ചേച്ചിയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കായിരുന്നു അല്ലേ? അതെ. എന്റെ എന്ത് കാര്യം? എന്റെ ചേച്ചിക്കും കൂടെ പൃഥ്വിയുടെ അഷിതയിലും കൂടെ ആ വീട്ടിലോട്ട് വിരുന്നിന് പൊക്കൂടായിരുന്നു. ഛേ, ഞാൻ എന്തിനാ അങ്ങോട്ടൊക്കെ പോകുന്നത്? എനിക്ക് ആ വീട്ടിലോട്ടൊന്നും പോവാൻ ഒരു താല്പര്യമില്ല. ചടങ്ങിന്റെ പേരും പറഞ്ഞ് ഇവിടെ ഒരു ബഹളം ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയാ പൃഥ്വിയെ തന്നെ ഞാൻ പോകാൻ സമ്മതിച്ചത്. അത് പിന്നെ നമുക്ക് അറിയാലോ ചേച്ചി. പിന്നെന്തിനാ ഞാൻ കൂടെ പോണോന്ന് നിങ്ങൾ പറയുന്നേ? ഓ ചേച്ചി, അതെന്താന്ന് വെച്ചാലേ സുദർശന അമ്മാവനും മനജ അമ്മായി പറഞ്ഞ കാര്യം ചേച്ചി ഓർക്കുന്നില്ല. ജയശ്രീ ജീവിച്ച ആ വീടിനെയും ആ കുടുംബത്തിനെയും മൊത്തത്തിൽ സൂക്ഷിക്കണമെന്നും ആ വീടുമായോ അവിടെ ഉള്ളവരുമായിട്ടോ നമുക്ക് യാതൊരു ബന്ധവും വേണ്ടെന്ന് പറഞ്ഞതും. പൃഥ്വി അഷിതങ്ങൾ അവിടെ ചെല്ലുമ്പോഴേ അവിടെ എല്ലാരും കൂടെ പൃഥ്വി അവരുടെ വശത്താക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. അങ്ങനൊക്കെ ചെയ്യുവോ? അടിപൊളി കേട്ടാ. കൊള്ള കൂട്ടങ്ങളല്ലേ അവരിതല്ല ഇതിലപ്പുറം ചെയ്യും ചേച്ചി. നീ ഒന്ന് മാറിയേ. ചേച്ചി, ചെറുക്കൻ നമ്മളെയല്ലേ, അവനൊന്നും പറ്റാതെ നോക്കേണ്ടത് നമ്മുടെ ആവശ്യമായി പോയില്ലേ? അതുകൊണ്ടാണ് ചേച്ചിയും കൂടെ പോവേണ്ടതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇതിപ്പോ ടെൻഷനായല്ലോ. നിങ്ങൾക്കിത് എന്നോട് നേരത്തെ പറയാറുന്നില്ലേ? എന്നാലല്ലേ എനിക്കതൊക്കെ ഒന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാ വെറുതെ ടെൻഷൻ ആവുന്നല്ലാതെ വേറെന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്റെ ചേച്ചി, നമ്മൾ ഇതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. നമ്മളെയൊക്കെ മനസ്സിങ്ങനെ പാലുപോലെ ശുദ്ധമല്ലേ? ഇത്രയും കൊനിഷ്ഠ പിടിച്ച കാര്യങ്ങളൊക്കെ നമ്മളെങ്ങനെ ഓർത്തെടുക്കാനാ ചേച്ചി? അല്ലേ? എല്ലാം കഴിഞ്ഞ് ഓരോരുത്തര് പറഞ്ഞതും പിന്നെ ദേ ഇപ്പൊ നടക്കുന്നതുമായ കാര്യങ്ങൾ ആലോചിച്ചും സംസാരിച്ചും ഒക്കെ ഇങ്ങനെ വരുമ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ പൊങ്ങി വരും. അങ്ങനെ തോന്നുന്ന കാര്യങ്ങളാ ഞങ്ങൾ വന്ന് ചേച്ചി എടുത്ത് പറയുന്നത്. മനസ്സിലായി. അപ്പോ നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്നാ പറഞ്ഞു വരുന്നേ? ഓ, ഞങ്ങളായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ പിന്നെ
ചേച്ചിയുടെ അമ്മാവനും അമ്മായും പറഞ്ഞ കാര്യമുണ്ടല്ലോ അത് അക്ഷരം പ്രതി അങ്ങോട്ട് അനുസരിക്കുക. അതാണ് നല്ലത്, അല്ലേ? ആ അതെ, പൃഥ്വി ഒരു കാരണവശാലും അഷിതയുടെ വീട്ടുകാരുമായിട്ട് എടുക്കാൻ നമ്മളായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അതാണ്. ആ പൃഥ്വി ഇപ്പൊ അങ്ങോട്ട് പോയാൽ നോക്കണ്ട, ഇനി അങ്ങോട്ട് പോവാൻ നോക്കിയാ മതി. നീ ദുർഗയ്ക്ക് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരാതിരുന്നത് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാനേ മനഃപൂർവ്വം അവൾക്ക് എടുക്കാതെ വന്നത് തന്നെയാ. എന്റെ കയ്യിൽ നിന്ന് അവൾക്ക് ഉപകാരമുള്ളതൊന്നും ഈ ജന്മത്ത് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. അതെ, അങ്ങനെയെങ്കിൽ അവിടെ അഹങ്കാരം ഒന്ന് കുറഞ്ഞിട്ടെ. അതങ്ങനെയൊന്നും കുറയുന്ന ഒരു ധാരണ എനിക്കില്ല. ആ പിന്നെ നീ ദേവികയെ പോയി കണ്ടായിരുന്നോ? കണ്ടു. എന്താ അവളുടെ അവസ്ഥ? അവളിപ്പോ നല്ല ഹാപ്പിയാണ്. അവൾ എന്റെ അടുത്തൊരു രഹസ്യം പറഞ്ഞു. എന്ത് രഹസ്യം? ആ സാഗറിനെ കൊല്ലുന്ന സമയത്ത് ദേവികയും അവളുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നെന്ന്. ആദ്യം ഞാനും അങ്ങനെയൊന്നും വിശ്വസിച്ചില്ല. പക്ഷേ അവള് പറഞ്ഞ സത്യമാണ്. അപ്പോ ആരാ അവരെ കൊന്നേ? അത് നീ ചോദിച്ചില്ലേ? അതൊക്കെ ഞാൻ ചോദിച്ചു. പക്ഷെ അവരെ ആരെയും അവൾക്ക് അറിയില്ലെന്നാ പറഞ്ഞത്. അതെന്താ? അവരൊക്കെ എന്തോ ഒരു പ്രത്യേകതരം മാസ്ക് ധരിച്ചിരുന്നു എന്ന്. അവളും അച്ഛനും അമ്മയും ഹോസ്പിറ്റലായിരുന്നപ്പോ അവിടെ രണ്ടുപേര് വന്ന് അവരെയും കൂട്ടിക്കൊണ്ട് ഏതൊരു സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് അവിടെ സാഗറിനെ അവന്റെ കൂട്ടാളികളെയും പിടിച്ചോണ്ട് വന്ന് ചോദ്യം ചെയ്തു. അവരെല്ലാ കുറ്റവും സമ്മതിച്ചു. പിന്നെ അവളോട് ഇവര് തന്നെയാണ് ഉപദ്രവിച്ചെന്ന് ചോദിച്ചുറപ്പ് വരുത്തുകയും ചെയ്തു. എന്നിട്ട് അവളുടെ മുന്നിൽ വെച്ച് തന്നെ വെടിവെച്ച് കൊന്നു കളഞ്ഞു എന്നാ പറഞ്ഞത്. ഓ, അപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലേ? അതെ. എന്തായാലും നന്നായി, അവനെ കൊന്നു കളഞ്ഞല്ലോ. അതെ, അത് നേരിട്ട് കണ്ടതുകൊണ്ടാ ദേവിക്ക് ഇത്രയും പെട്ടെന്ന് റിക്കവർ ആയത്. അതൊക്കെ പോട്ടെ, നിന്റെ വിശേഷങ്ങൾ പറ. എനിക്ക് വിശേഷമൊന്നുമില്ല. അയ്യടാ, അതല്ല, ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്നിട്ട് എങ്ങനെയുണ്ടെന്നാ ചോദിച്ചേ. കൊള്ളാം, എനിക്കെന്തായാലും ഇഷ്ടായി. പൃഥ്വിയെയോ? പൃഥ്വി ഒരു പാവ. എനിക്കെന്തോ ഒരു ഭാഗ്യമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കല്യാണമോ ബന്ധമോ ഒന്നും ഒത്തുകിട്ടില്ലായിരുന്നു. ആ, രണ്ടുപേരും ഇവിടെ ഇരിക്കായിരുന്നോ? ആഹാരം ഒന്നും കഴിക്കണ്ടേ? എല്ലാം റെഡിയാ. ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു അമ്മേ. അഷി, ഇവളുടെ കാര്യത്തിൽ നിനക്കൊരു ശ്രദ്ധ വേണം. എന്റെ കാര്യത്തിലോ? ഇവളെന്ന് ശ്രദ്ധിക്കാനാ? നല്ലൊരു പയ്യനെ നോക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? വൃത്തിയുടെ ബന്ധുക്കളായി ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അവരാരെങ്കിലും നോക്കിയാ മതി. പക്ഷെ നിന്റെ മനസ്സിലത് ഉണ്ടാവണം. ഞാനിപ്പോ എന്തായാലും അങ്ങോട്ട് ചെന്നല്ലേ ഉള്ളൂ അപ്പച്ചി. ഇതുവരെ ഞാൻ ആകെ അവരുടെ ഒരു ബന്ധുവിനെ കണ്ടിട്ടുള്ളൂ. അന്ന് ആ കല്യാണത്തിന് പ്രശ്നം ഉണ്ടാക്കിയ കിളവനും കിളവിയോ. ഇനി അവർക്ക് മക്കളെങ്ങാനും ഉണ്ടെങ്കിൽ നോക്കാം. അയ്യോ വേണ്ട, അവരൊന്നും സഹിച്ചൊരു വീട്ടിൽ നിൽക്കാനേ എനിക്ക് പറ്റില്ല. അതിലും നല്ലത് കല്യാണമേ കഴിക്കാതെ ജീവിക്കുന്നതാ. ആ അയ്യടാ, അങ്ങനെ ഇപ്പൊ നീ മാത്രം സൂഹിക്കണ്ട. നിനക്ക് പറ്റിയൊരു ചെറുക്കനെ ഞങ്ങള് കണ്ടുപിടിച്ചോളാം, അല്ലേ അപ്പച്ചി? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അവൾ അങ്ങനെയൊക്കെ പറയും. നീ നല്ലത് നോക്കിയോ അഷി? വാ, രണ്ടുപേരും ഇനി കഴിച്ചിട്ട് മതി സംസാരമൊക്കെ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വേഗം വന്നിക്കണേ രണ്ടുപേരും. വരാം. എന്താടി കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ ഒരു മടി? എന്നോട് പറയാത്ത എന്തെങ്കിലും തരികട നിനക്കുണ്ടോ? നിന്നെനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. ഏയ്, ഒരു തരികിടയില്ല. ഞാനേ എക്സ്ട്രാ ഡീസന്റാ. നീ വാ.